Hi students, welcome back. Today we are going to discuss what do all acids and all bases have in common. From acids, bases and salt, chapter 2. Okay, let us see. What do all acids and all bases have in common? In section 2.1, we have seen that all acids have similar chemical properties. What leads to this similarity in properties? We saw in activity 2.3 that all acids generate hydrogen gas on reacting with metals. നമ്മൾ കണ്ടതാണ് അല്ലേ, ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്റ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. സോ ഹൈഡ്രജൻ സീംസ് ടു ബി കോമൺ ടു ഓൾ ആസിഡ്സ്. സോ ഹൈഡ്രജൻ സീംസ് ടു കോമൺ ടു ഓൾ ആസിഡ്സ്. അപ്പോൾ എല്ലാ ആസിഡ്സിനും കോമൺ ആയിട്ട് ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് us perform an activity to investigate whether all compounds containing hydrogen are acidic. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ഹൈഡ്രജൻ ഉള്ള എല്ലാ കോമ്പൗണ്ടും അസിഡിക് ഇൻ നേച്ചർ ആണോ എന്ന് നമ്മളൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആസിഡ്സിന് കോമൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട്സ് എല്ലാം അസിഡിക് ഇൻ നേച്ചർ ആണോ എന്ന് നമുക്ക് നോക്കണ്ടേ. അതാണ് നമ്മളിനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ടേക്ക് സൊല്യൂഷൻസ് ഓഫ് ഗ്ലൂക്കോസ്, ആൽക്കഹോൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് എക്സെട്ര. ഫിക്സ് 2 nails on a cork and place the cork in a 100 ml beaker. കണ്ടോ, ഇവിടെ നമ്മൾ ബീക്കറിൽ ഡൈലൂട്ട് HCl എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു റബ്ബർ കോർക്ക് വെച്ചിട്ടുണ്ട്. ആ റബ്ബർ കോർക്കിലാണ് നമ്മൾ 2 നെയിൽസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ കണക്ട് ദ നെയിൽസ് ടു ദി ടെർമിനൽസ് ഓഫ് എ 6 volt ബാറ്ററി ത്രൂ എ ബൾബ് ആൻഡ് എ സ്വിച്ച് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നെയിലിനെ നമ്മളൊരു 6 volt ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബൾബുണ്ട്, അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. കണ്ടോ, നമ്മുടെ നെയിലാണ്, ഈ നെയിൽ വെച്ചിരിക്കുന്ന റബ്ബർ കോർക്കിലാണ്. എന്നിട്ട് ആ നെയിലിനെ നമ്മൾ 6 volt ബാറ്ററിയുമായിട്ട് അതുപോലെ തന്നെ ബൾബുണ്ട്, സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നൗ പോർ സം ഡൈലൂട്ട് HCl ഇൻ എ ബീക്കർ ആൻഡ് സ്വിച്ച് ഓൺ ദ കറൻറ്റ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഡൈലൂട്ട് HCl ഒഴിച്ചു. ബീക്കർ എടുത്തു, റബ്ബർ കോർക്ക് വെച്ചു, അതിനകത്ത് നെയിൽ ഫിക്സ് ചെയ്തതായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഒരു 6 volt ബാറ്ററിയും ബൾബും അതുപോലെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഡൈലൂട്ട് HCl ആണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ സ്വിച്ച് ഓൺ ദ കറൻറ്റ്, സ്വിച്ച് ഓൺ ചെയ്യുക. റിപ്പീറ്റ് വിത്ത് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക. വാട്ട് ഡു യു ഒബ്സർവ്? റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് സെപ്പറേറ്റ്ലി വിത്ത് ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ HCl വെച്ച് ചെയ്തു, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ചെയ്യണം, അതുപോലെ ഗ്ലൂക്കോസ്, ആൽക്കഹോൾ സൊല്യൂഷൻസ് വെച്ചെല്ലാം നമ്മൾ ചെയ്യാം. വാട്ട് ഡു യു ഒബ്സർവ് നൗ? ഡസ് ദ ബൾബ് ഗ്ലോ ഇൻ ഓൾ കേസസ്? അപ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? ബൾബ് എല്ലാ കേസിലും ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ റീസണൊക്കെ നോക്കാം. The bulb will start glowing in the case of acids, but you will observe that glucose and alcohol solution do not conduct electricity. കണ്ടോ, ബൾബ് ഗ്ലോ ചെയ്യുന്നത് നമ്മൾ ആസിഡ് വെച്ച കേസിലെല്ലാം ബൾബ് ഗ്ലോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഗ്ലൂക്കോസും ആൽക്കഹോളും വെച്ച സമയത്ത് ബൾബ് ഗ്ലോ ചെയ്തില്ല. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സൊല്യൂഷൻ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ഗ്ലോവിങ് ഓഫ് ദി ബൾബ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദർ ഇസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ത്രൂ ദ സൊല്യൂഷൻ. ബൾബ് ഗ്ലോ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിക് കറൻറ്റ് ആ സൊല്യൂഷനിലൂടെ പാസ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ദി ഇലക്ട്രിക് കറൻറ്റ് ഈസ് ക്യാരീഡ് ത്രൂ അസിഡിക് സൊല്യൂഷൻ ബൈ അയോൺസ്. അപ്പോൾ ആസിഡിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോഴാണ് ബൾബ് ഗ്ലോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗ്ലോ ചെയ്യണമെങ്കിൽ അതിലൂടെ ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ചെയ്തിരിക്കണം. ഇലക്ട്രിക് കറൻറ്റ് ഈസ് ക്യാരീഡ് ത്രൂ ദി അസിഡിക് സൊല്യൂഷൻ ബൈ അയോൺസ്. അപ്പോൾ അസിഡിക് സൊല്യൂഷനിൽ ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? അയോൺസ് ആണ്. ആസിഡ്സ് കണ്ടെയ്നിങ് H+ അയോൺസ് ആസ് കാറ്റയോൺ ആൻഡ് ആനയോൺ സച്ച് ആസ് Cl- in HCl, NO3- in HNO3, SO4 2- in H2SO4, CH3CuO- in CH3COH. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആസിഡിൽ H+ അയോണാണ് കാറ്റയോൺ ആയിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ HCl എടുത്തു കഴിഞ്ഞാൽ HCl H പ്ലസും Cl മൈനസും ആണ്. H പ്ലസ് ആണ് അതിനകത്തെ കാറ്റയോൺ, Cl മൈനസ് ആണ് അതിനകത്തെ ആനയോൺ എന്ന് പറയുന്നത്. അതുപോലെ HNO3 നൈട്രിക് ആസിഡ് എടുത്താൽ കാറ്റയോൺ H പ്ലസും അതുപോലെ തന്നെ ആനയോൺ NO3 മൈനസുമാണ്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും അത് തന്നെ H പ്ലസും SO4 2 മൈനസുമാണ്. അസറ്റിക് ആസിഡിനകത്ത് CH3COOH മീൻസ് ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിനകത്ത് കാറ്റോണിക് പാർട്ട് H പ്ലസും ആനിയോണിക് പാർട്ട് CH3CO മൈനസുമായിരിക്കും. ഓക്കെ, സിൻസ് ദ കാറ്റയോൺ പ്രസൻറ്റ് ഇൻ ആസിഡ്സ് ഈസ് H പ്ലസ്, ദിസ് സജസ്റ്റ് ദാറ്റ് ആസിഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ് H പ്ലസ് aqueous in solution which are responsible for their acidic properties. അപ്പോൾ നമുക്ക് മനസ്സിലായി ആസിഡ്സിനകത്ത് കോമൺ ആയിട്ടുള്ള കാറ്റയോൺ എന്ന് പറയുന്നത് H പ്ലസ് ആണല്ലോ. ആ H പ്ലസ് ആണ് ആസിഡിൻ്റെ അസിഡിക് പ്രോപ്പർട്ടീസ് റെസ്പോൺസിബിൾ. അപ്പോൾ ആസിഡിൻ്റെ അസിഡിക് പ്രോപ്പർട്ടീസിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് H പ്ലസ് അയോൺസ് ആണ്. ഓക്കെ, കറക്റ്റായിട്ടെല്ലാം പഠിച്ചു വയ്ക്കണം കേട്ടോ. റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റി യൂസിങ് ആൽക്കലി സച്ച് ആ സോഡിയം ഹൈഡ്രോക്സൈഡ്. നമ്മൾ ഈ സെയിം എക്സ്പെരിമെൻറ്റ് തന്നെ നമുക്ക് ആൽക്കലി വെച്ചിട്ട്, ആസിഡിന് പകരം ആൽക്കലി വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അങ്ങനെയുള്ള ആൽക്കലി വെച്ചിട്ട് സെയിം എക്സ്പെരിമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ വാട്ട് ക്യാൻ യു കൺക്ലൂഡ് ഫ്രം ദി റിസൾട്ട്സ് ഓഫ് ദിസ് ആക്ടിവിറ്റി? അപ്പോൾ ഈ ആക്ടിവിറ്റിയിലെ റിസൾട്ട് എന്തായിരിക്കും? അതിനകത്തെല്ലാം അപ്പം NaOH അവിടെ Na പ്ലസും OH മൈനസും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അവിടെ CaOH ട്വൈസ് ആണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്, അവിടെ Ca2 പ്ലസും OH മൈനസും ആണ് വരുന്നത്. അപ്പം അതിനകത്തെല്ലാം കോമൺ ആയിട്ട് വരുന്നത് OH മൈനസ് ആയിരിക്കും, ആനയോണിക് പാർട്ടായിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതിനകത്തെല്ലാം കോമൺ ആയിട്ട് വരുന്നത് എന്തായിരുന്നു? ആനയോണിക് പാർട്ടാണ്. അപ്പം നമ്മുടെ what is the main factor for acidic properties, that is H plus ion? H plus ion ആണ് acidic propertiesൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. H plus ions are responsible for acidic properties. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് OH minus ions are responsible for the basic properties of alkali. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ് ടു ആൻ ആസിഡ് ഓർ എ ബേസ് ഇൻ എ വാട്ടർ സൊല്യൂഷൻ? ഡു ഓൾ ആസിഡ്സ് പ്രൊഡ്യൂസ് ഓൺലി ഇൻ aqueous solutions? ലെറ്റ് us test this. Take about 1 gram of solid NaCl in a clean and dry test tube and set up the apparatus as shown in the figure 2.4. കണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 gram സോളിഡ് NaCl എടുത്തു, ഒരു ക്ലീൻ ടെസ്റ്റ് ട്യൂബിൽ, ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ എടുക്കണം. ആഡ് സം കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ടു ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ നമ്മൾ NaCl എടുത്തു, അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ NaCl എടുത്തു, അതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? ഈസ് ദെയർ എ ഗ്യാസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ഡെലിവറി ട്യൂബ്? ഡെലിവറി ട്യൂബിലൂടെ എന്തെങ്കിലും ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ടെസ്റ്റ് ദ ഗ്യാസ് ഇവോൾവ്ഡ് സക്സസ്ഫുള്ളി വിത്ത് ഡ്രൈ ആൻഡ് വെറ്റ് ലിറ്റ്മസ് പേപ്പർ, വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. അപ്പം നമ്മൾ ഈ പുറത്തേക്കൊരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാസ് നമ്മൾ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടും അതുപോലെ തന്നെ വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടും, ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടും അതുപോലെ വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടും നമ്മളൊന്ന് ആ ഗ്യാസ്, ഏത് ഗ്യാസാണ് ഇവോൾവ് ചെയ്തതെന്നൊന്ന്, ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ് ഉണ്ടല്ലോ അവിടെ വെച്ച് നമ്മളൊന്ന് ഈ ഡ്രൈ ലിറ്റ്മസ് പേപ്പറും അതുപോലെ വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും, ഡ്രൈ ആൻഡ് വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെച്ച് നോക്കുക. ഓക്കെ, ഇൻ വിച്ച് കേസ് ഡസ് ദ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് കളർ? അപ്പോൾ ഏത് കേസിലാണ് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ കളർ ചേഞ്ച് കാണിച്ചത്? ഓൺ ദി ബേസിസ് ഓഫ് ദി എബോവ് ആക്ടിവിറ്റി. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ആൻ ആസിഡ് ഓർ എ ബേസ് ഇൻ വാട്ടർ സൊല്യൂഷൻ? ഡു ആസിഡ്സ് പ്രൊഡ്യൂസ് അയോൺസ് ഓൺലി ഇൻ aqueous solutions? Let us test this. Activity 2.9. Take about 1 gram of solid NaCl in a clean and a dry test tube. Okay, then add some concentrated sulfuric acid in this test tube. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ, ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ 1 gram സോളിഡ് NaCl എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ സം കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു. വാട്ട് ഡു യു ഒബ്സർവ്? Is there a gas coming out of the delivery tube? Test the gas evolved successfully with a dry and wet blue litmus paper. അപ്പോൾ നമ്മൾ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലേക്ക്
ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ് ആയിരുന്നു. അതിനകത്തേക്ക് നമ്മൾ 1 gram സോളിഡ് NaCl ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്യാസ് ഡെലിവറി ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കിക്ക്, കണ്ടോ? ഇവിടെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്തു, സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുത്തു, അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ 1 ഹോൾഡ് കോർക്ക് വെച്ചിട്ടാണ് നമ്മളതിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നൊരു ഡെലിവറി ട്യൂബ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുമ്പം ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് ഇവിടുന്ന് ഒരു ഗ്യാസ് ഈ ഡെലിവറി ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാം. ഓക്കെ, ഒരു ഗ്യാസ് ഈ ഡെലിവറി ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്നു. അപ്പം ഈ ഗ്യാസ് നമ്മൾ ഈ ഇവോൾവ് ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ആൻഡ് വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുകയാണ്. ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും അതുപോലെ വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും യൂസ് ചെയ്യുന്നു. ഇൻ വിച്ച് കേസ് ഡസ് ദ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് കളർ? അപ്പം ഏത് കേസിലാണ്? ഡ്രൈ യൂസ് ചെയ്തപ്പോഴാണോ, വെറ്റ് യൂസ് ചെയ്തപ്പോഴാണോ, വെറ്റ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തപ്പോഴാണോ, അല്ലെങ്കിൽ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തപ്പോഴാണോ അവിടെ കളർ ചേഞ്ച് വന്നതെന്ന് നോട്ട് ചെയ്യുക. ഓൺ ദ ബേസിസ് ഓഫ് ദി എബോവ് ആക്ടിവിറ്റി വാട്ട് ഡു യു ഇൻഫർ അബൌട്ട് ദ അസിഡിക് ക്യാരക്ടർ ഓഫ് ഡ്രൈ HCl ഗ്യാസ് ആൻഡ് HCl ഗ്യാസ്? ഓക്കെ, ഇനി this experiment suggests that hydrogen ions in HCl are produced in the presence of water. അപ്പോൾ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ HClൽ നിന്ന് H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദി സെപ്പറേഷൻ ഓഫ് H+ അയോൺസ് ഫ്രം HCl മോളിക്യൂൾ കനോട്ട് ഒക്കർ ഇൻ ദി ആബ്സെൻസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ആബ്സെൻസിൽ HCl മോളിക്യൂൾസിൽ നിന്ന് H+ അയോൺസ് ലിബറേറ്റ് ആകില്ല, സെപ്പറേറ്റ് ആകില്ല. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് നമുക്ക് മനസ്സിലായത്. കാരണം നമ്മളവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെറ്റായിരുന്നതാണ് ഇവിടെ കാണിച്ചപ്പോഴാണ് കളർ ചേഞ്ച് ഉണ്ടായത്. ഡ്രൈ ലിറ്റ്മസ് പേപ്പർ നമ്മൾ കാണിച്ചപ്പോൾ അവിടെ കളർ ചേഞ്ച് ഒന്നും വന്നില്ല. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ H+ അയോൺ ആണ് അസിഡിക് പ്രോപ്പർട്ടീസിന് കാരണം. നമുക്കറിയാം H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വാട്ടറിൻ്റെ പ്രസൻസ് വേണം. ഡ്രൈ HCl ഗ്യാസ് ആണ് അവിടെ പുറത്തേക്ക് വരുന്നത്. ഡ്രൈ HCl ഗ്യാസ് യൂസ് ചെയ്തപ്പോഴത്തേക്കും, അല്ലെ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ അവിടെ ഡ്രൈ ആയിരുന്നപ്പോഴത്തേക്കും അവിടെ H+ അയോൺസ് ലിബറേറ്റ് ചെയ്തില്ല. H+ അയോൺ ലിബറേറ്റ് ചെയ്യണമെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് വേണം. ഓക്കെ, അപ്പം HCl പ്ലസ് H2O ഗീവ്സ് H3O പോസിറ്റീവ് പ്ലസ് Cl മൈനസ്. കണ്ടോ HCl ഗ്യാസ്, ഡ്രൈ HCl ഗ്യാസ് ആണ് പുറത്തേക്ക് വന്നത്. ആ ഡ്രൈ HCl ഗ്യാസ് വന്നപ്പോൾ ആ ഡ്രൈ HCl ഗ്യാസിൽ നിന്ന് ഹൈഡ്രജൻ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പം വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടായപ്പോൾ മാത്രമാണ് അവിടെ H+ അയോൺ പ്രൊഡ്യൂസ് ചെയ്തത്. H3O പോസിറ്റീവ് അയോൺ, ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോണിയം അയോൺ പ്ലസ് Cl മൈനസ്. കണ്ടോ, ഹൈഡ്രജൻ അയോൺസ് കനോട്ട് എക്സിസ്റ്റ് അലോൺ. എങ്ങനെയാണ് H3O പോസിറ്റീവ് ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കാം. കാരണം HCl വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ H3O പോസിറ്റീവും Cl മൈനസും ആണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ HCl H+ഉം Cl മൈനസും ആയിട്ടാണ് ബ്രേക്ക് ആയത്. H+ഉം Cl മൈനസും. ഈ H+ അയോൺ cannot exist alone, but they exist after combining with water molecule. അപ്പം നമ്മുടെ HClൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത H+ അയോൺ നമ്മുടെ H2Oയുമായിട്ട് ചേർന്നിട്ടാണ് H3O പോസിറ്റീവായിട്ട് മാറിയത്. ഓക്കെ, അപ്പം നമ്മുടെ HCl produces H+ and Cl minus. This H+ react with H2O, then we will get H3O positive. കണ്ടോ, ഇതാണ് ഹൈഡ്രോണിയം അയോൺ. H3O പോസിറ്റീവ്, ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോണിയം അയോൺ. ഓക്കെ, അങ്ങനെയാണ് നമുക്കവിടെ ഹൈഡ്രോണിയം അയോൺ പ്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ദേ എക്സിസ്റ്റ് ആഫ്റ്റർ കമ്പൈനിങ് വിത്ത് വാട്ടർ മോളിക്യൂൾ. ദസ് ഹൈഡ്രജൻ അയോൺ മസ്റ്റ് ഓൾവേസ് ബി ഷോൺ ആസ് H+ ഓർ ഹൈഡ്രോണിയം അയോൺ. H+ അക്വസ് ഓർ ഹൈഡ്രോണിയം അയോൺ. കണ്ട, H+ plus H2O gives H3O positive. H+ plus H2O gives H3O positive. We have seen that acids give H3O positive or H+ ion in water. അപ്പം നമുക്ക് ആസിഡ്സ് വാട്ടറിൽ H+
അല്ലെങ്കിൽ H3O പോസിറ്റീവ് എന്ന് വെച്ചാൽ ഹൈഡ്രോണിയം അയോൺസ് ആണ് ആസിഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ടറിൽ. ഓക്കെ, ആസിഡ്സ് ഇൻ വാട്ടറാണ് പ്രൊഡ്യൂസേഴ്സ് H3O പോസിറ്റീവ് ഓർ H+ അയോൺസ്. ഓക്കെ, ലെറ്റ് us see what happens when a base is dissolved in water. ഒരു ബേസ് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? NaOH dissolves in water, we will get Na+ and OH-. കണ്ടോ, NaOH dissolves in water, we will get Na+ and OH-. ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ആക്ടിവിറ്റിയിൽ നമ്മൾ പറഞ്ഞത്, ഇവിടെ നമ്മൾ 1 gram സോഡിയം ക്ലോറൈഡ് എടുത്തു, എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഗ്യാസ് ഡെലിവറി ട്യൂബിലൂടെ വെളിയിലേക്ക് വരുവാണ്. ആ ഗ്യാസ് നമുക്കറിയാം HCl ഗ്യാസ് ആണ്. ആ HCl ഗ്യാസ് പുറത്തേക്ക് വന്നപ്പോൾ അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രൈ ആൻഡ് വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തു. ഡ്രൈ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തപ്പോൾ അവിടെ കളർ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. അതേസമയം വെറ്റ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്തപ്പോൾ അവിടുത്തെ ബ്ലൂ കളർ ചേഞ്ചായി. ഓക്കെ, റെഡ് കളറായിട്ട് മാറി. അപ്പം ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ മനസ്സിലായത് HCl നിന്ന് H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. കണ്ട, HCl വാട്ടറിൻ്റെ പ്രസൻസിൽ മാത്രമേ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ H+ അയോൺസ് ആണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾസുമായിട്ട് ചേർന്നിട്ട് H3O പോസിറ്റീവായിട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോണിയം അയോൺ. ഓക്കെ, കണ്ടോ, H+ വാട്ടറിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് വെറ്റ് ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അവിടെ കളർ ചേഞ്ച് ഉണ്ടായത്, ഡ്രൈ ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അവിടെ കളർ ചേഞ്ച് ഉണ്ടായില്ല. കറക്റ്റായിട്ട് ആ കാര്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞത് NaOH വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പം വി വിൽ ഗെറ്റ് Na+ ആൻഡ് OH-. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. Potassium hydroxide dissolves in water to form potassium ion plus OH-. Magnesium hydroxide dissolves in water to form Mg2+ and OH-. അപ്പോൾ bases generate hydroxide ions in water. Bases which are soluble in water are called alkalis. അപ്പോൾ bases which are soluble in water are called alkalis. കാരണം ആൽക്കലീസ് ബേസസ് ജനറേറ്റ് OH- അയോൺസ് ഇൻ വാട്ടർ. ബേസസ് വിച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. ഓൾ ബേസസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ആൻ ആൽക്കലി ഇസ് എ ബേസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. ദേ ആർ സോപ്പി ടു ടച്ച്, bitter and corrosive. Never taste or touch them as they may cause harm. Okay. അപ്പം നമ്മൾ പറഞ്ഞു ബേസസ് വിച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. അപ്പോൾ ബേസസ് വാട്ടറിൽ സോലുബിൾ ആകുന്ന ബേസിനാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓൾ ആൽക്കലീസ് ആർ ബേസസ് ബട്ട് ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലീസ്. ആം ഐ കറക്റ്റ്? ബേസസ് വിച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. ബേസിൽ വാട്ടറിൽ സോലുബിൾ ആകുന്ന ബേസിന് മാത്രമാണ് നമ്മൾ ആൽക്കലീസ് എന്ന് പറയുന്നത്. അപ്പം ഓൾ ആൽക്കലീസ് ആർ ബേസസ് ബട്ട് ഓൾ ബേസസ് ആർ നോട്ട് ആൽക്കലീസ്. ഓക്കെ, നൗ ആസ് വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് ഓൾ ആസിഡ്സ് ജനറേറ്റ് H+ അയോൺ ആൻഡ് ഓൾ bases generate OH- ion, we can view the neutralization reaction as follows. Acid plus base gives salt plus water. Acid, general representation on acid in the HX. Base, that is MOH. Then we will get MX plus HOH. HOH means that is water. HOH means H plus OH minus gives H2O. Okay. ഇനി let us see what is involved when water is mixed with an acid or base. Take 10 ml water in a beaker, add a few drops of concentrated sulfuric acid to it and swirl the beaker slowly. Touch the base of the beaker. Is there a change in temperature? Is this an exothermic or endothermic process?
റിപ്പീറ്റ് ദി എബോ ആക്ടിവിറ്റി വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റ്സ് ആൻഡ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ്. അപ്പോൾ നമ്മളൊരു ബീക്കറിൽ 10 ml വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് നോക്കാൻ പോവുകയാണ്. ഒഴിച്ചിട്ട് നമ്മൾ ആ ബീക്കറിൻ്റെ സൈഡിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ആ സൈഡിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് ആ ബീക്കറിൻ്റെ സൈഡിൽ അത് വാമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നമ്മുടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആസിഡ്സും ബേസസും ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് നമ്മുടെ കൈകളിലേക്ക് വീണാൽ സംഭവിക്കുന്ന ഡേഞ്ചറസ് നോക്കിക്കേ. കണ്ടല്ലോ, വളരെ ശ്രദ്ധിച്ച് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഭാഗമേ ഇല്ലാണ്ടായി പോകുന്നു. വാർണിംഗ് സൈൻ ഡിസ്പ്ലേസ് ഓൺ കണ്ടെയ്നേഴ്സ് കണ്ടെയ്നിങ് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ആൻഡ് ബേസസ്. ശ്രദ്ധിച്ചോണം, ഈ വാർണിംഗ് സൈനാണ് അവിടെ ആ കോൺസെൻട്രേറ്റഡ് ആസിഡിൻ്റെ ബേസിൻ്റെ എല്ലാം കണ്ടെയ്നറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാർണിംഗ് സിഗ്നലാണിത്. ഓക്കെ, ഇനി ദി പ്രോസസ് ഓഫ് ഡിസോൾവിങ് ആൻ ആസിഡ് ഓർ എ ബേസ് ഇൻ വാട്ടർ ഈസ് ഹൈലി എക്സോതെർമിക് വൺ. നമ്മൾ പറഞ്ഞുള്ളൊരു ബീക്കർ എടുത്ത് അതിനകത്തേക്ക് 10 ml വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ട് ബീക്കറിൻ്റെ സൈഡിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ അവിടെ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് തോന്നും അല്ലേ. ദി പ്രോസസ് ഓഫ് ഡിസോൾവിങ് ആൻ ആസിഡ് ഓർ ബേസ് ഇൻ വാട്ടർ ഈസ് ഹൈലി എക്സോതെർമിക് വൺ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ മീൻസ് എ ഹീറ്റ് ഇവോൾവിംഗ് റിയാക്ഷൻ ആണ്. Care must be taken while mixing the concentrated nitric acid or sulfuric acid with water. നമ്മൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ദി ആസിഡ് മസ്റ്റ് ഓൾവേസ് ബി ആഡഡ് സ്ലോലി ടു വാട്ടർ വിത്ത് കോൺസ്റ്റൻറ്റ് സ്റ്റിറിങ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ബീക്കർ എടുത്തിട്ട് ആ ബീക്കറിലേക്ക് നമ്മളൊരു ബീക്കർ എടുക്കുക. എന്നിട്ട് ആ ബീക്കറിലേക്ക് നമ്മൾ വാട്ടർ എടുത്തിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഇതിനകത്തേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടേ ഒഴിക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ അത് സ്റ്റിർ ചെയ്യുകയും ചെയ്യണം. നമ്മളിതിനെ ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഇത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്. കോൺസെൻട്രേറ്റഡ് H2SO4 അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, തിരിച്ച് ചെയ്യാൻ പാടില്ല. തിരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അലൗഡാണ്, ഇങ്ങനെ ചെയ്യാവുള്ളൂ. തിരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിനകത്ത് ഇതിപ്പോൾ നമ്മൾ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടെസ്റ്റ് ട്യൂബ് എടുത്തു, അതിനകത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിനകത്ത് വാട്ടർ എടുക്കുക, അതിനകത്തേക്കൊരു ഗ്ലാസ് റോഡ് ഇടുക, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഗ്ലാസ് റോഡ് വെച്ച് നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ കറക്റ്റാണ്. നിങ്ങൾ ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കണ്ടോ? Care must be taken while mixing concentrated nitric acid or sulfuric acid with water. The acid must always be added slowly to water with constant stirring. Okay, acid വാട്ടറിലേക്ക് സ്ലോവിലി ആഡ് ചെയ്ത് കൊടുക്കുക വിത്ത് കോൺസ്റ്റൻറ്റ് സ്റ്റിറിങ് ആയിരിക്കണം. ഇഫ് വാട്ടർ ഈസ് ആഡഡ് ടു എ കോൺസെൻട്രേറ്റഡ് ആസിഡ്, the heat generated may cause the mixture to splash out and cause burns. നേരെ തിരിച്ച് ചെയ്താൽ it is highly exothermic in nature. ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മളത് ഒഴിക്കുമ്പോൾ അവിടെ നിന്ന് ആ ലിക്വിഡ് നേരെ മുകളിലേക്ക് തെറിക്കും. ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്ക് തന്നെയായിരിക്കും വന്ന് വീഴുന്നത്, നമ്മുടെ കൈകളിലേക്ക് വീഴും. കാരണം നമ്മൾ ടെസ്റ്റ് ട്യൂബ് പിടിക്കുന്ന നമുക്കറിയാമല്ലോ എങ്ങനെയാണ് പിടിക്കണേന്ന്. അപ്പോൾ ഉടനെ അത് നമ്മുടെ മുഖത്തേക്ക് വന്ന് വീഴും. ഓക്കെ, അപ്പം നമുക്ക് സിവിയർ ആയിട്ടുള്ള ബേൺ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആസിഡിലേക്ക് കോൺസെൻട്രേറ്റഡ് ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ ഗ്ലാസ് കണ്ടെയ്നർ മേ ഓൾസോ ബി ബ്രേക്ക് ഡ്യൂ ടു എക്സസീവ് ലോക്കൽ ഹീറ്റിംഗ്. ചിലപ്പോൾ ആ ഗ്ലാസ് ആ ടെസ്റ്റ് ട്യൂബ് കൂടെ ബ്രേക്ക് ആയിട്ട് ആ സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് ആസിഡ് അല്ലേ തെറിച്ച് നമ്മുടെ ദേഹത്ത് വീഴും. ഓക്കെ, look out for the warning sign on the can of concentrated sulfuric acid and on the bottle of sodium hydroxide pellet. ആസിഡ് മാത്രമല്ല, ബേസ് കോൺസെൻട്രേറ്റഡ് ബേസ് ആണെങ്കിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പം നമുക്കൊരു ആസിഡ് ഡൈലൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ച് വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ് അങ്ങനെ വേണം നമ്മളതിനെ ഡൈലൂട്ടാക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എക്സസീവ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ അത് മിക്സ്ചർ സ്പ്ലാഷ് ഔട്ട് ആവും. അതുപോലെ തന്നെ ഭയങ്കര സിവിയർ ബേണിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്ലാസ് കണ്ടെയ്നർ പോലും ലോക്കൽ ഹീറ്റിംഗ് മൂലം ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മിക്സിംഗ് ഓഫ് എൻ ആസിഡ് ഓർ ബേസ് വിത്ത് വാട്ടർ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ നമ്മളൊരു ആസിഡ് എടുത്ത് അല്ലേ, വാട്ടർ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് വോളിയത്തിലെ H3O പോസിറ്റീവ് അല്ലെങ്കിൽ OH മൈനസ് അയോൺ, ആസിഡ് ആണെങ്കിൽ H3O പോസിറ്റീവ് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആകും. ബേസ് ആണെങ്കിൽ OH മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആകും. സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് ഡൈലൂഷൻ ആൻഡ് ദി ആസിഡ് ഓർ ബേസ് ഈസ് സെറ്റ് ടു ബി ഡൈലൂട്ടഡ്. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഡൈലൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആസിഡ് അല്ലെങ്കിൽ ബേസ് എന്ത് ചെയ്തു? ഡൈലൂട്ടഡ് ആയെന്ന് മാറി, ഡൈലൂട്ടഡ് ആയെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മൾ വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തെ പെർ യൂണിറ്റ് വോളിയത്തിലെ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ്, ആസിഡ് ആണെങ്കിലും ശരി ബേസ് ആണെങ്കിലും ശരി, അതിൻ്റെ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം. സച്ച് എ പ്രോസസ് ഈസ് കോൾഡ് ഡൈലൂഷൻ ഓഫ് ആൻ ആസിഡ് ഓർ ബേസ് ദാറ്റ് ഈസ് സെറ്റ് ടു ബി ഡൈലൂട്ടഡ്. ഓക്കെ, അപ്പോൾ ആ ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് okay, how strong are acid or base solutions? We know how acid base indicators can be used to distinguish between an acid and a base. We have also learned in previous section about dilution and decrease in concentration of H plus or OH minus ions in solution. Can we quantitatively find the amount of these ions present in a solution? Can we judge how strong a given acid or base is? We can do this by making use of a universal indicator which is a mixture of several indicators. The universal indicators show different colors at different concentration of hydrogen ions in a solution. അപ്പം നമുക്ക് ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ആസിഡിനകത്ത് അല്ലെങ്കിൽ ബേസിലുള്ള അയോൺസിൻ്റെ പ്രസൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. A scale for measuring hydrogen ion concentration in a solution is called pH scale have been developed. അപ്പോൾ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, ഒരു സൊല്യൂഷനിലുള്ള ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് pH സ്കെയിൽ. pH സ്കെയിൽ. ദ പി എങ്ങനെ എഴുതിയിരിക്കണേ നോക്കിക്കേ. പി സ്മോൾ ലെറ്റർ, എച്ച് ക്യാപിറ്റൽ ലെറ്റർ. pH. അതിൽ പി സ്റ്റാൻഡ്സ് ഫോർ പൊട്ടൻസ് ഇൻ ജർമ്മൻ, മീനിങ് പവർ. പി മീൻസ് പവർ. On the pH scale, we can measure pH generally from 0 to 14. 0 മുതൽ 14 വരെ നമുക്ക് pH മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, 0 to 14. 0 means that is very acidic and 14 means that is very alkaline in nature. pH should be thought of simply as a number which indicates the acidic or basic nature of a solution. അപ്പോൾ pH വെച്ചിട്ട്, pH means that is a number. From that number we can know whether the solution is acidic or basic in nature. നമ്മുടെ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കുന്നത് ആ pH വാല്യൂ വെച്ചിട്ടാണ്. ഹയർ ദി ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ലോവർ ഈസ് ദ pH വാല്യൂ. H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ H3O പോസിറ്റീവ് ഹൈഡ്രോണിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ pH വാല്യൂ കുറവായിരിക്കും. എന്ന് വെച്ചാൽ അസിഡിക് നേച്ചറിൽ pH വാല്യൂ ലെസ് ആയിരിക്കും. pH ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ ഈസ് 7. ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് 7 ആണ്. വാല്യൂസ് ലെസ് ദാൻ 7 ഓൺ ദ pH സ്കെയിൽ റെപ്രസെൻറ്റ് ആൻ അസിഡിക് സൊല്യൂഷൻ. കണ്ടോ, 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ലെസ് ദാൻ 7 എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആയിരിക്കും. കണ്ടോ, ആസിഡ് നേച്ചർ ഇൻക്രീസിങ്, 0യിലേക്ക് വരുമ്പം വെരി അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും. ഇൻക്രീസ് ഇൻ H പ്ലസ് അയോൺസ്. ഓക്കെ, as the value of pH increases from 7 to 14, it represents an increase in OH minus ion concentration in the solution.
അപ്പം ഇവിടെ വരുമ്പോൾ ന്യൂട്രലായി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ OH- അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും, H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആവും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുന്നത് ഈ ന്യൂട്രലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറുമാണ്. 0 വരുമ്പോഴാണ് വെരി അസിഡിക് ഇൻ നേച്ചർ. 7ൽ നിന്ന് ഹയർ വാല്യൂവിലേക്ക് 14 വരെ പോകുമ്പോൾ ബേസിക് നേച്ചർ OH- കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH മീൻസ് ദാറ്റ് ഈസ് 7. ലെസ് ദാൻ 7 that solution is acidic in nature. More than 7 that solution is basic in nature. A scale for measuring hydrogen ion concentration in a solution is called pH scale. Okay. അതിൻ്റെ കെമിക്കൽ ഫോർമുല റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം സൾഫേറ്റ് ദാറ്റ് ഈസ് K2SO4. പൊട്ടാസ്യം സൾഫേറ്റ് എല്ലാ കെമിക്കൽ ഫോർമുലയും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പൊട്ടാസ്യം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ് Na2SO4, സോഡിയം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ് CaSO4, കാൽസ്യം സൾഫേറ്റ്. ഇനി അടുത്തത് മഗ്നീഷ്യം സൾഫേറ്റ് ദാറ്റ് ഈസ് MgSO4. copper sulfate that is CuSO4. Then sodium chloride that is NaCl. Sodium nitrate that is NaNO3. Next sodium carbonate that is Na2CO3. Sodium carbonate that is Na2CO3. Next ammonium chloride that is NH4Cl. എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. NH4Cl. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം പൊട്ടാസ്യം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്, സോഡിയം കാർബണേറ്റ്, അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഐഡൻറ്റിഫൈ ദി ആസിഡ്സ് ആൻഡ് ബേസസ് ഫ്രം വിച്ച് ദി അബോവ് സോൾട്ട് മേ ബി ഒബ്റ്റെയിൻഡ്. Salt having the same positive or negative radicals are said to belong to the family. For example, NaCl and Na2SO4 belong to the family of sodium salt. അറിയാലോ നമുക്ക് sodium salt എന്ന് പറയുമ്പോൾ sodium cation sodium ആയിരിക്കും ഇവിടെ. Similarly, NaCl and KCl belong to the family of chloride salt because their anionic part Cl- ആയിരിക്കും. How many families can you identify among the salt given in this activity? Okay. Next, pH of salt. Collect the following salt samples: sodium chloride, potassium nitrate, aluminum nitrate chloride, zinc sulfate, copper sulfate, sodium acetate, sodium carbonate, sodium hydrogen carbonate. Check their solubility in water. Check the action of these solutions on litmus and find the pH using pH paper. Which of these salts are acidic, basic or neutral? Identify the acids or base used to form the salt. Report your observations in table 2.4. Okay. Salt of strong acid and strong base are neutral with the pH value of 7. അപ്പോൾ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നാൽ നമുക്ക് കിട്ടുന്ന സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും വിത്ത് pH 7 ആയിരിക്കും. ഓൺ ദി അതർ ഹാൻഡ് സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, അപ്പോൾ ആസിഡാണ് അവരെ സ്ട്രോങ്, അപ്പോൾ നമ്മുടെ pH വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും. സ്ട്രോങ് ബേസും വീക്ക് ആസിഡുമാണെങ്കിൽ ബേസിക് നേച്ചർ ആയിരിക്കും, pH മോർ ദാൻ 7 ആയിരിക്കും. അത് കറക്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. കെമിക്കൽസ് ഫ്രം കോമൺ സോൾട്ട്. ബൈ നൗ യു ഹാവ് ലേൺ ദാറ്റ് ദി സോൾട്ട് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് സോഡിയം ക്ലോറൈഡ് ആണല്ലോ. സോൾട്ട് ഫോംഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്ലസ് NaOH, അപ്പോൾ നമുക്ക് കിട്ടുന്നത് NaCl. ദിസ് ഈസ് ദ സോൾട്ട് ദാറ്റ് യൂസ് ഇൻ ഫുഡ്സ്. You must have observed in the above activity that it is a neutral salt. Seawater contains many salt dissolved in it. Sodium chloride is separated from these salts. Deposits of solid salt are found in several parts of the world. These large crystals are often brown due to impurities. അപ്പോൾ നമ്മുടെ സോഡിയം ക്ലോറൈഡ് ബ്രൗൺ കളർ വരാനുള്ള കാരണം ഇമ്പ്യൂരിറ്റീസ് ഉള്ളതുകൊണ്ട്. ദിസ് ഈസ് കോൾഡ് റോക്ക് സോൾട്ട്. കണ്ടോ, അതിനാണ് റോക്ക് സോൾട്ട് എന്ന് പറയുന്നത്. ബ്രൗൺ കളറുള്ള large crystals of sodium chloride that is known as rock salt. Buds of rock salt were formed when seeds of bygone age dried up. Rock salt is mined like a coal. You must have heard about Mahatma Gandhi's Dandi March. Did you know that sodium chloride was such an important symbol in our struggle for freedom? നമ്മൾ പഠിച്ചിട്ടുള്ള
സോഷ്യൽ സ്റ്റഡീസിനകത്തല്ലേ ദണ്ഡി മാർച്ചിനെ കുറിച്ചൊക്കെ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നമുക്കിനി അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അതുവരെ ബൈ ബൈ.